നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാകണം എന്നില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കടന്ന് വന്നു എന്ന് വരാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ പലർക്കും പലവിധ പ്രയാസങ്ങൾ വന്നു ചേരാം. ചിലർക്കത് തരണം ചെയ്യുവാൻ സമയമെടുത്തു എന്ന് വരാം. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് വളരെയധികം വിഷമങ്ങളും ദുഃഖങ്ങളും കടന്നു വരും. അവർക്ക് എന്ത് തന്നെ ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് താൽക്കാലികം മാത്രമാകുന്നു. ശേഷം അവരുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ കടന്നു വരും. അതായത് ആദ്യം വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഏറ്റവും ശുഭകരമായ സമയം അഥവാ നല്ല സമയം ആരംഭിക്കുക. അത്തരത്തിൽ ചില നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശമുണ്ട്. അത് ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ ഇപ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഭരണി, തിരുവാതിര, പൂരം, ഉത്രട്ടാതി, പൂരാടം എന്നീ നക്ഷത്രക്കാർക്കാണ് വളരെയധികം കഷ്ടപ്പാടുകൾ വന്ന് ചേർന്നതിന് ശേഷം പിന്നീട് രക്ഷപ്പെടുന്ന നക്ഷത്രക്കാർ. അതിനാൽ തന്നെ കഷ്ടപ്പാടിന് ശേഷം ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം.